പെട്ടെന്ന് ബോംബ് പൊട്ടുന്ന ശബ്ദത്തിലായിരുന്നു ഒരു പൊട്ടിത്തെറിക്കുന്ന ഒച്ച കേട്ടത്. ഞങ്ങൾ രണ്ടുപേരും അമ്പരന്ന് ചുറ്റും നോക്കി, ഒന്നും കാണാനില്ല. പക്ഷെ ഏതാനും നിമിഷം കഴിഞ്ഞപ്പോഴത്തേക്കും മനസ്സിലാകുന്നത് ഈ സ്റ്റൗവിൻ്റെ 30% കൂട്ടിയിട്ടാലും അയാളുടെ ആ ബിസിനസ്സിൽ തുടർന്നു പോകാനുള്ള ലാഭം മാത്രമേ ആകുന്നുള്ളൂ. അങ്ങനെയുള്ളപ്പോൾ അതിൻ്റെ യഥാർത്ഥ വിലയിൽ നിന്ന് 50% കിഴിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനേക്കാൾ താഴ്ത്തി ഈ ഉൽപ്പന്നം വിൽക്കുന്നു എന്നർത്ഥം. അതിൻ്റെ കൂടെ തന്നെ 30 കോടി ഓഫർ, സമാന ഓഫർ, അല്ലെങ്കിൽ 2 കോടി ഓഫർ. പണ്ടൊന്നും അങ്ങനെ ഫ്ലിപ്കാർട്ടിനോ ആമസോണിനോ ഇവിടെ വന്ന് വിൽക്കാൻ പറ്റില്ലായിരുന്നു. ഇപ്പോഴാണ് ഈ വിപണി അവർക്ക്, BJP ഗവൺമെൻറ് വന്നതിന് ശേഷമാണ് അവർക്ക് ഈ ഇന്ത്യൻ വിപണി തുറന്നു കൊടുക്കുന്നത്. അങ്ങനെ ഇന്ത്യൻ വിപണി തുറന്നു കൊടുത്ത സാഹചര്യത്തിൽ അവരെവിടെ നിന്ന് വാങ്ങുന്നു? അവർ വാങ്ങുന്നതിൻ്റെ 80% ഇന്ത്യയിൽ നിന്ന് വാങ്ങണം എന്ന് ഇൻസിസ്റ്റ് ചെയ്യണം. ഡോക്ടർ മേരി ജോർജ് മാം, ഓണക്കാലത്തെ പരസ്യങ്ങളുടെ തട്ടിപ്പുകളെക്കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തതാണ്. കോടികളുടെ സമ്മാന പെരുമഴ എന്ന് പറഞ്ഞ് ഓണപ്പരസ്യം കൊടുക്കുന്നത് ശുദ്ധ തട്ടിപ്പാണ്. 70% ഉൽപ്പാദന ചെലവ്, 30% ലാഭം. ഇങ്ങനെ വില നിശ്ചയിച്ച ഒരു സാധനത്തിന് എങ്ങനെ 50% വില കുറച്ച് വിൽക്കാനാകും? 100-200% വില കൂട്ടിയിട്ട് അതിൽ നിന്ന് 50% വില കുറച്ച് വ്യാപാരികൾ നമ്മളെ പറ്റിക്കുകയാണ് എന്നും മാം സൂചിപ്പിച്ചിരുന്നു. ഇതുകൊണ്ട് പലരും പറഞ്ഞത്, വെറുതെ ഓണവിപണിയിലെ വിലക്കുറവിനെ വിമർശിക്കരുത്, മാഡത്തിന് എന്ത് തട്ടിപ്പാണ് ഓണക്കാല വിപണിയിൽ നിന്ന് സംഭവിച്ചത് എന്നാണ് പലരും ചോദിച്ചത്. അപ്പോൾ മാഡത്തിന് കിട്ടിയ പണി എന്താണ് എന്നൊന്ന് പറയാമോ? അതായത് ഓണക്കാല വിപണിയിൽ ആര് മേടിക്കാൻ പോയാലും അവിടെയൊക്കെ തട്ടിപ്പുണ്ടാകും. അത് സാധാരണ കോമൺ സെൻസ് ഉള്ള ആർക്കും മനസ്സിലാക്കാവുന്നതാണ്. അതായത് ഞാനൊരു സാമ്പത്തിക ശാസ്ത്ര അധ്യാപിക ആയതുകൊണ്ട് തന്നെ ഓണവിപണി വരുമ്പോഴേക്കും ഞാൻ ചാടി പുറപ്പെട്ട് അവിടുന്ന് ലാഭം കൊയ്യാം, നല്ല ഉൽപ്പന്നങ്ങൾ കിട്ടുമെന്ന് വിചാരിച്ച് ചാടി പുറപ്പെടാറില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ചതിവലയിൽ പെടാറുമില്ല. എങ്കിലും എൻ്റെ സമൂഹം അങ്ങനെ ചതിവലയിൽ പെടുന്നത് കാണുമ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറയാതിരിക്കാൻ വയ്യ. ഇപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ഇതിൻ്റെ പുറകെ ചാടി പുറപ്പെട്ടിരിക്കുന്നത് എന്ന് പലരും ചോദിച്ചു എന്ന് താങ്കൾ പറഞ്ഞല്ലോ. സാധ്യതയുണ്ട്. കാരണം അഫക്റ്റഡ് ആയിട്ടുള്ള പാർട്ടികളായിരിക്കും ചോദിച്ചത്. അതായത് ഇങ്ങനെ വിപണനം നടത്തി ലാഭം കൊയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വ്യാപാര വ്യവസായ ശൃംഖലയിൽപ്പെട്ട ആരെങ്കിലുമൊക്കെ ആയിരിക്കും അത്തരം അവരെ കടുത്ത രോഷാഗ്നിയിൽ വീഴിക്കും ഇത്തരം വീഡിയോ ഒക്കെ കണ്ടാൽ. കാരണം അവരുടെ വിപണനത്തെ പോലും ഇത് ബാധിക്കുമല്ലോ. അതുകൊണ്ട് ഏതൊരു വ്യാപാരിക്കും ഏതൊരു വ്യവസായിക്കും ഇത് വലിയ വിദ്വേഷമുണ്ടാക്കുന്ന തരത്തിലുള്ളതാണ് എൻ്റെ അന്നത്തെ അതേപറ്റിയുള്ള ആ വീഡിയോ. ഞാനത് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് വളരെ കൃത്യമായിട്ട് കാണിച്ചിരിക്കുന്നു. സെലിബ്രിറ്റീസ് അവരുടെ ഷെയർ, അതായത് അവർക്ക് കിട്ടേണ്ട വലിയ കൂലി എന്ന് വെച്ചാൽ അവർക്ക് ഒരു സിറ്റിങ്ങിന് ഒരു സെലിബ്രിറ്റി ആയിട്ട് ആ ഉൽപ്പന്നത്തെ ഉയർത്തി കാണിക്കുന്നതിന് വേണ്ടി അവർ കാണിക്കുന്ന ആ മാമാങ്കത്തിന് അവർക്ക് ഇത്ര ലക്ഷം, ഇത്ര കോടി, അല്ലെങ്കിൽ ഇത്ര 1000 എന്ന് പറഞ്ഞ്, അതായത് സെലിബ്രിറ്റിയുടെ റാങ്ക് അനുസരിച്ചായിരിക്കും അവരുടെ ഈ പ്രൈസ് അവർക്ക് എത്ര കൊടുക്കണം എന്നുള്ളത് നിശ്ചയിക്കുന്നത്. അപ്പോൾ അവർക്ക് അത്രയും ഫിക്സ് ചെയ്തു. ഓർമ്മിക്കണം, ഈ ഉൽപ്പന്നത്തിൻ്റെ ഉൽപ്പാദന ചെലവ് അതിൻ്റെ കൂടെ 30% കൂടി ചേർത്ത് ആണ് വിൽപ്പന വില സാധാരണ രീതിയിൽ നിശ്ചയിക്കുക. ഇതൊക്കെ നാട്ടിൽ നിലവിലിരിക്കുന്ന നിയമത്തെ പറ്റിയാണ് ഞാനീ പറയുന്നത്. പക്ഷേ ഈ നിയമങ്ങളെയൊക്കെ ഓവർകം ചെയ്ത് ഉൽപ്പാദന ചെലവ് വളരെ കൂടുതലായിട്ട്, ഉൽപ്പാദന ചെലവിനേക്കാൾ വളരെ കൂടിയ വില നിശ്ചയിച്ച് വിൽക്കുന്നവരും ഉണ്ടാകാം. ചില ഉൽപ്പന്നങ്ങളൊക്കെ അതിന് പര്യാപ്തമായ ഉൽപ്പന്നങ്ങളുമായിരിക്കാം. പക്ഷേ സാധാരണ രീതിയിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനേക്കാൾ 10-30% വില കൂട്ടിയിട്ടാണ് സാധാരണ വില ഫിക്സ് ചെയ്ത് വിൽപ്പന നടത്തുക. അങ്ങനെ നടത്തുന്നവർക്ക് 30% കൂട്ടിയിട്ടാലും അയാളുടെ ആ ബിസിനസ്സിൽ തുടർന്നു പോകാനുള്ള ലാഭം മാത്രമേ ആകുന്നുള്ളൂ. അങ്ങനെയുള്ളപ്പോൾ അതിൻ്റെ യഥാർത്ഥ വിലയിൽ നിന്ന് 50% കിഴിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനേക്കാൾ താഴ്ത്തി ഈ ഉൽപ്പന്നം വിൽക്കുന്നു എന്നർത്ഥം. അതിൻ്റെ കൂടെ തന്നെ 30 കോടി ഓഫർ,
സമ്മാന ഓഫർ, അല്ലെങ്കിൽ 2 കോടി ഓഫർ, അതുമല്ലെങ്കിൽ പലതരത്തിലുള്ള ഏറ്റവും വില കൂടിയ കാറുകൾ തൊട്ട് താഴേക്കിടയിലുള്ള ഒരുപാട് സമ്മാനങ്ങളുടെ ഒരു പരമ്പര തന്നെ അഡ്വർടൈസ് ചെയ്യുക. എങ്ങനെ ഇതിന് സാധിക്കും ഒരു ഉൽപ്പാദകന്? അതായത് ഒരു വിൽപ്പനക്കാരനാകുമ്പോൾ, ഇപ്പോൾ ഏതെങ്കിലും ഒരു വിൽപ്പനക്കാരനാണ്, ഞാൻ ആരുടെയും പേര് പ്രത്യേകം എടുത്ത് പറയുന്നില്ല, ഒരു വിൽപ്പനക്കാരനാണെങ്കിൽ ഇപ്പോൾ ഫ്ലിപ്കാർട്ടോ ആമസോണോ ഒക്കെ ആണെങ്കിൽ ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, ഇന്ത്യക്ക് വെളിയിൽ നിന്ന് പോലും ഉൽപ്പന്നങ്ങൾ വാങ്ങാറുണ്ട്. അപ്പം ത്രോ എവേ പ്രൈസിന് കിട്ടുന്ന ഉൽപ്പന്നങ്ങളാകാം വാങ്ങുന്നത്. അത് അവർ പറയുന്ന വിലയേക്കാളൊക്കെ വളരെ കുറഞ്ഞ, ഞാൻ ഈ പറഞ്ഞതുപോലെ തറ തൊട്ട വിലയുള്ള ഉൽപ്പന്നങ്ങൾ, ത്രോ എവേ പ്രൈസിന് കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞാൽ അത്ര ചീപ്പായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ, ഇപ്പോൾ ബംഗ്ലാദേശിൽ നിന്നോ അതുമല്ലെങ്കിൽ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നോ ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ വാങ്ങി ഇവിടെ കൊണ്ടുവന്ന് ആമസോണും ഫ്ലിപ്കാർട്ടും ഒക്കെ ഇവിടെ വിൽക്കാം. ഞാൻ അതിനെ എതിർക്കാറുണ്ട്. കാരണം ഇവിടുത്തെ ഡൊമസ്റ്റിക്, അതായത് ഇന്ത്യൻ ഇക്കോണമിയിലെ നാമമാത്ര ചെറുകിട ഇടത്തരം ഉൽപ്പാദകരെ പ്രതിസന്ധിയിലാക്കുന്നതാണ് ആമസോണും ഫ്ലിപ്കാർട്ടും ഒക്കെ വിദേശത്ത് നിന്ന് വാങ്ങി ഇവിടെ കൊണ്ടുവന്ന് വില കുറച്ച് വിറ്റാൽ ഇവിടുത്തെ വിപണിയെ അത് ഹനിക്കും എന്ന് ഞാൻ തീർച്ചയായിട്ടും പലപ്പോഴായിട്ട് ആർട്ടിക്കിൾസ് എഴുതുകയും ഇങ്ങനെ പറയുകയും ഒക്കെ ചെയ്യാറുണ്ട്, പ്രസംഗങ്ങളിലൊക്കെ പറയാറുണ്ട്. അതിനെ ഇവിടുത്തെ വ്യാപാര സമൂഹം ശക്തമായിട്ട് എതിർക്കണം, ഫ്ലിപ്കാർട്ടും ആമസോണും ഒക്കെ വരട്ടെ. അങ്ങനെ, അതായത് ഈ പണ്ടൊന്നും അങ്ങനെ ഫ്ലിപ്കാർട്ടിനോ ആമസോണിനോ ഇവിടെ വന്ന് വിൽക്കാൻ പറ്റില്ലായിരുന്നു. ഇപ്പോഴാണ് ഈ വിപണി അവർക്ക്, BJP ഗവൺമെൻറ് വന്നതിന് ശേഷമാണ് അവർക്ക് ഈ വിപണി, ഇന്ത്യൻ വിപണി തുറന്നു കൊടുക്കുന്നത്. അങ്ങനെ ഇന്ത്യൻ വിപണി തുറന്നു കൊടുത്ത സാഹചര്യത്തിൽ അവരെവിടെ നിന്ന് വാങ്ങുന്നു? അവർ വാങ്ങുന്നതിൻ്റെ 80% ഇന്ത്യയിൽ നിന്ന് വാങ്ങണം എന്ന് ഇൻസിസ്റ്റ് ചെയ്യണം നിയമപരമായിട്ട് എന്ന് തന്നെ ഞാൻ ആവർത്തിച്ച് വീഡിയോകളിലും എൻ്റെ ആർട്ടിക്കിൾസിലും ഒക്കെ പറയാറുണ്ട്, നിർബന്ധിച്ച് പറയാറുണ്ട്. പക്ഷേ അതൊക്കെ ആര് കാണുന്നു, ആര് ശ്രദ്ധിക്കുന്നു? വ്യാപാര സമൂഹത്തോട് പ്രസംഗത്തിലും ഞാൻ പറയാറുണ്ട്. വ്യാപാര സമൂഹമാണ് അവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഗവൺമെൻറ്റിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഈ ഫ്ലിപ്കാർട്ടും ആമസോണും ഒക്കെ വന്നോട്ടെ, പക്ഷെ വരുവാണെങ്കിൽ അവർ ഇവിടുന്ന് തന്നെ വാങ്ങണം. അവർ വിൽക്കുന്ന സാധനത്തിൻ്റെ 80% ഇന്ത്യൻ വ്യാപാര മേഖലയിൽ നിന്ന് വാങ്ങണം. അങ്ങനെ വാങ്ങുമ്പോൾ ഇന്ത്യയിലെ നാമമാത്ര ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ അത് ഇല്ലാതെയാക്കില്ല. അല്ലാത്ത പക്ഷം അവർ ആഫ്രിക്കയിൽ നിന്നോ ബംഗ്ലാദേശിൽ നിന്നോ ശ്രീലങ്കയിൽ നിന്നോ ഒക്കെ വാങ്ങിക്കൊണ്ടുവന്ന് ഇന്ത്യയിൽ വിൽക്കാം എന്ന് വെച്ചാൽ അവിടത്തേക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എങ്ങനെയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ചെറിയ പോപ്പുലേഷനുള്ള രാജ്യങ്ങളായതുകൊണ്ട് ഉൽപാദന ചെലവും ചിലപ്പോൾ വളരെ ചെറുതായിരിക്കാം. അങ്ങനെയുള്ളിടത്ത് നിന്ന് ത്രോ എവേ പ്രൈസിന് കിട്ടുന്ന ഉൽപ്പന്നം ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ വലിയ ഡിസ്കൗണ്ട് സെയിലൊക്കെ നടത്തി അത് വിപണി പിടിച്ചെടുക്കുകയാണ് അവർക്ക് ലാഭമുണ്ട്, അവർ വിപണി പിടിച്ചെടുക്കുന്നു. പക്ഷെ അതിൻ്റെ ആഘാതമേൽക്കുന്നത് ഇവിടുത്തെ ഉൽപ്പാദകർക്കും വ്യാപാരികൾക്കുമാണ്. അതൊക്കെ കൊണ്ടാണ് അത്തരം വിൽപ്പനകൾ നടത്തുമ്പോൾ, അതിപ്പോൾ നമുക്ക് അറിഞ്ഞുകൂടെ, ഇവിടെ ഈ അഡ്വർടൈസ്മെൻ്റ് നടത്തുന്ന മൈജിയും മറ്റതുപോലുള്ള കമ്പനികളും വെളിയിൽ വിദേശത്ത് നിന്ന് സാധനങ്ങൾ വാങ്ങുന്നുണ്ടോ, അവരുടെ സോഴ്സൊക്കെ എവിടെയാണ് എന്നൊന്നും നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. എന്തായാലും ഈ ഓണ വിപണി, ഓണം എന്ന് പറഞ്ഞാൽ കാണം വിറ്റും ഓണം ഉണ്ണണമെന്ന് വിശ്വസിക്കുന്ന മലയാളി എന്ത് തരത്തിൽ, ഇപ്പോൾ തന്നെ ഗവൺമെൻറ് എന്താ ചെയ്തിരിക്കുന്നത്? 4000 രൂപ വരെ സർക്കാർ ജീവനക്കാർക്ക് ഓണം അലവൻസ് കൊടുക്കുന്നു. 20,000 രൂപ തന്നെ അഡ്വാൻസ് കൊടുക്കുന്നു. അഡ്വാൻസ് വെച്ചാൽ വായ്പ, അത് ഗഡുക്കളായിട്ട് അടച്ചാൽ മതി. അപ്പോൾ 24,000 രൂപ, 5 ലക്ഷം കർഷക, 5 ലക്ഷം എന്ന് കണക്ക് കൂട്ടിക്കോളൂ. കൃത്യമായിട്ട് എത്ര പേരുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഗവൺമെൻറ് ജീവനക്കാർ 5 ലക്ഷം എന്ന് വെച്ചോളൂ. പിന്നെ എയ്ഡഡ് സെക്ടറുകാർക്കും ഉണ്ട് ഇത്. അപ്പോൾ ഏകദേശം ഒരു 10 ലക്ഷമോ അതിലധികമോ വരും ഈ പറയപ്പെട്ട ഈ 20,000 രൂപ അഡ്വാൻസും 4,000 രൂപ അലവൻസും കിട്ടുന്നവരായിട്ട് ഒരു 10 ലക്ഷത്തിനടുത്ത ആൾക്കാർ കാണും. ഈ 10 ലക്ഷം പേരും എന്താ ചെയ്യാൻ പോകുന്നത്? ഈ 10 ലക്ഷം പേരും ഗവൺമെൻറ് എന്തിനാണ് അഡ്വാൻസ് കൊടുക്കുന്നത്? ഈ സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇൻവോയ്സും എല്ലാം കാണിച്ച് വേണമായിരിക്കും അവർ വായ്പയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പം അങ്ങനെ വായ്പയെ പ്രോത്സാഹിപ്പിക്കുക, ഓണവിപണിയെ പ്രോത്സാഹിപ്പിക്കുക എന്ന ചിന്ത ഗവൺമെൻറ്റിനുണ്ട്. കാരണം ഗവൺമെൻറ് വിചാരിക്കുന്ന ഇവിടുത്തെ വ്യാപാര സമൂഹത്തിൻ്റെ, ഇവിടുത്തെ നാമമാത്ര ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെയൊക്കെ ഉൽപ്പന്നങ്ങളാണ് ഇവർ വാങ്ങുന്നത്. അങ്ങനെ വിപണി സജീവമാകട്ടെ, അങ്ങനെ സംസ്ഥാനം സജീവമാകട്ടെ എന്ന് വിചാരിച്ചാണ് ഈ അലവൻസ് ഒക്കെ കൊടുക്കുന്നത്. പക്ഷേ ഇതിൻ്റെ നല്ലൊരു ഭാഗവും ഈ വിദേശ
ഫ്ലിപ്കാർട്ടും ആമസോണും ഒക്കെയാണ് പിന്നെ കരഗതമാക്കി കൊണ്ടുപോകുന്നത്. അതിനൊക്കെ റെസ്ട്രിക്ഷൻ തീർച്ചയായിട്ടും ഇവിടെ വേണ്ടതാണ്. അതൊക്കെ ഞാൻ പറയാറുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഈ പിന്നെ ഇന്ത്യക്കകത്ത് ഉൽപ്പാദിപ്പിക്കുന്നതാണെങ്കിലും ഇന്ത്യക്ക് വെളിയിൽ ഉൽപ്പാദിപ്പിക്കുന്നതാണെങ്കിലും 30 കോടി പ്രൈസ് മണി കൊടുക്കുക, അല്ലെങ്കിൽ അത് ഒരുപാട് അങ്ങനെ ഒത്തിരി 30 കോടി കൂടാതെ തന്നെ വേറെയും ഒരുപാട് സാമഗ്രികളായിട്ട് കൊടുക്കുക. 2 കോടിയുടെ ഏതൊക്കെ തരത്തിലുള്ള അഡ്വർടൈസ്മെൻ്റ് ആണ് നടത്തുന്നത് ഇവർ, അതൊക്കെ തന്നെ അതായത് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു നോർമൽ ഉൽപാദകന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്ത് നശിച്ചു പോകട്ടെ എന്ന് വിചാരിച്ചല്ലല്ലോ ഈ ഒരു അഡ്വർടൈസ്മെൻറ്റ് നടത്തുന്നത്. ഇവർക്ക് ലാഭം ഉണ്ടാകും എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇവർക്കിത് ചെയ്യാൻ പറ്റുന്നത്? ഇവർക്ക് എങ്ങനെയാണ് ഈ എന്തെങ്കിലുമൊക്കെ ഉൽപ്പന്നം 50% ഡിസ്കൗണ്ടിൽ വിൽക്കാൻ പറ്റുക? ഒരു ഭാഗത്ത് 50% വില ഡിസ്കൗണ്ട് വെച്ചു എന്ന് വെച്ചോളൂ. മറു സൈഡിൽ എന്തൊക്കെയാണ് സംഭവിക്കുക? സെലിബ്രിറ്റിയെ കൊണ്ടുവന്ന് ഈ സംഗതി ഇനോഗ്രേറ്റ് ചെയ്യുന്നു. അതുമായിട്ട് ചേർന്ന് വേറെ ഒരുപാട് പരിപാടികൾ. അതോടൊപ്പമാണ് പിന്നെ ഈ 30 കോടി അല്ലെങ്കിൽ 2 കോടി അല്ലെങ്കിൽ 4 കോടി അല്ലെങ്കിൽ 5 കോടി പിന്നെ മറ്റു പ്രൈസസ്. ഇതൊക്കെയും കൂടി എങ്ങനെയാണ് പോകാൻ പറ്റുക ഒരു പാക്കേജിൽ? പറ്റില്ല. അപ്പോൾ ഇത് ചതിവാണ്, വലിയ ചതിവാണ്. അത് നമ്മുടെ നാട്ടിലെ ഉപഭോക്താക്കൾ മനസ്സിലാകണം. ഇത് മനസ്സിലാക്കാത്ത ഈ ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനം കേരളമാണ്. അതുകൊണ്ടാണ് കേരളം ഉപഭോക്തൃ സംസ്ഥാനം എന്ന പേരിന്, എന്നെ സംബന്ധിച്ച് അത് ചീത്തപ്പേരാണ്. ആ ചീത്തപ്പേരിന് ഇട വന്നിട്ടുള്ള എല്ലാവർക്കും അത് വലിയ സന്തോഷമായിരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ച് ഉപഭോക്തൃ സംസ്ഥാനത്തെ ഒരു ഉപഭോക്താവാണ് ഞാൻ എന്ന് പറയുന്നത് നാണക്കേട് തന്നെയാണ്, വിവരക്കേടുമാണ്. നാണക്കേടെന്നല്ല, വിവരക്കേട്. അതായത് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ കൊണ്ട് മറ്റുള്ളവരുടെ വാക്കുകളിൽ വീണ് നമ്മളെ തൊലച്ചു കളയുന്നു. നമ്മൾ കൊടുക്കുന്നതിൻ്റെ 1/4 മൂല്യം പോലും ഇല്ലാത്ത ഉൽപ്പന്നങ്ങൾ വാങ്ങി നമ്മൾ ഉപഭോക്തൃ കേരളം എന്ന ചീത്തപ്പേര് സമ്പാദിക്കുകയും നമ്മളെ കൊണ്ട് വളരുന്ന വ്യവസായികൾ അവരെവിടെയായിരിക്കും? അവർ ഇന്ത്യക്ക് വെളിയിലാകാം, ഇന്ത്യക്കകത്താകാം, കേരളത്തിൽ എവിടെയെങ്കിലും ആകാം, കേരളത്തിന് വെളിയിലുമാകാം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എൻ്റെ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, ഓണവിപണിയിലെ അഡ്വർടൈസ്മെൻറ്റ്സ്, ഏത് വിപണി അഡ്വർടൈസ്മെൻറ്റ്സ് ഒരു സർട്ടൻ എക്സ്റ്റെൻറ്റ് ഒരു ഉൽപ്പന്നത്തെ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത് നമുക്ക് വിശ്വസിക്കാം. പക്ഷേ അമിതമായ അഡ്വർടൈസ്മെൻറ്റ് കൊണ്ട് ആ ഉൽപ്പന്നത്തെ അങ്ങനെ അതിമനോഹരമായി അത്യധികം ആകർഷകമാക്കി, അതായത് വളരെ കുറഞ്ഞ ചെലവിൽ വളരെ പ്രയോജനമുള്ള ഒരു ഉൽപ്പന്നത്തെ നമ്മുടെ മുൻപിലേക്ക് എത്തിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു സൃഷ്ടിയാണ് അവിടെ, ഒരു വലിയ സൃഷ്ടിയാണ് നടക്കുന്നത്. അവിടെയാണ് നമ്മൾ കബളിപ്പിക്കപ്പെടുന്നത്. അത് വിശ്വാസമില്ലാത്തവർ പോയി വീണോട്ടെ, വാങ്ങിച്ചോട്ടെ. എനിക്കതിൽ വിശ്വാസമുണ്ട്. അതുകൊണ്ട് ഞാൻ എന്താണ് വാങ്ങിക്കാൻ പോകുന്നതെങ്കിലും അത് വളരെ കൃത്യതയോടുകൂടി നോക്കി, അതിൻ്റെ വാല്യൂ ചെക്ക് ചെയ്ത്, അതിൻ്റെ ക്വാളിറ്റി നോക്കി ഒക്കെ ഏകദേശമൊക്കെ കൊള്ളാമെന്ന് വിചാരിച്ചാൽ വലിയ ചതിവല്ല. എന്തായാലും എനിക്കറിയാം ചതിവുണ്ടെന്ന്. അങ്ങനെ ഞാൻ വാങ്ങിക്കുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയാം, ഇപ്പോൾ ഞാൻ ആണെങ്കിൽ മേടിക്കില്ലായിരുന്നു. ഒരു അഡ്വർടൈസ്മെൻറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഒരു കുക്കിംഗ് സ്റ്റൗവിനെ പറ്റിയാണ്. അതായത് ഈ സ്റ്റൗ ഭാര്യയെ സ്നേഹിക്കുന്നവൻ എങ്ങനെ വാങ്ങാതിരിക്കും എന്ന് അങ്ങനെ ചോദിക്കുന്ന ഒരു സ്റ്റൗവ്. അത് ഏത് സ്റ്റൗ ആണെന്ന് ഞാൻ ഏത് കമ്പനിയുടെ സ്റ്റൗ ആണ്, സ്റ്റൗവിൻ്റെ പേര് ഞാൻ പറയണ്ട. ഇത് തന്നെ ഈ അഡ്വർടൈസ്മെൻറ്റ് വാചകമാണ് അതിനകത്ത് ഉപയോഗിക്കുന്നത്. ഇപ്പോഴും അത് തുടങ്ങിയിട്ടൊരു 4-5 കൊല്ലമായിട്ടുള്ളൂ ആ സ്റ്റൗ വന്നിട്ട്. ആ സ്റ്റൗ വരുമ്പോൾ മുതൽ ഇപ്പോഴും അതേ അഡ്വർടൈസ്മെൻറ്റ് തന്നെയാണ് ഉള്ളത്. അപ്പം ഇത് കേട്ടോണ്ട് എൻ്റെ വീട്ടിലും അങ്ങനത്തെ ഒരു ആ സ്റ്റൗ ഒരെണ്ണം മേടിച്ചുകൊണ്ട് വന്നു. എൻ്റെ വീട്ടിൽ സ്റ്റീൽ സ്റ്റൗ വേറെ 2 എണ്ണം ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ഒരു സ്റ്റൗ മേടിച്ചുകൊണ്ട് വരുന്നത്. അപ്പം കണ്ടാൽ അതിമനോഹരം, 3 അടുപ്പുകളുണ്ട്. അപ്പോൾ ശരി, സന്തോഷത്തോടു കൂടി അത് മറ്റേ 2 സ്റ്റൗ മാറ്റി വെച്ച് ഈ സ്റ്റൗവ് സെറ്റ് ചെയ്ത് ഞങ്ങൾ അത് ഉപയോഗിക്കാൻ തുടങ്ങി. ഞങ്ങൾ അത് വാങ്ങിച്ചിട്ടിപ്പോൾ 2 വർഷമായി കേട്ടോ ആ സ്റ്റൗ വാങ്ങിച്ചിട്ട്. പക്ഷേ ഒരു സ്റ്റൗ ഒന്നും വാങ്ങിച്ച് 2 വർഷം കൊണ്ട് അത് മോശമാകുന്നത് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നതല്ല. മാം, എനിക്കൊരു കാര്യം പറയാനുള്ളത്, മാം ഇപ്പോൾ ഗ്യാസ് സ്റ്റൗവിൽ മാഡത്തിനൊരു പണി കിട്ടി എന്നാണല്ലോ പറഞ്ഞത്. അത് ആ സ്റ്റൗവിൻ്റെ സമീപത്ത് നിന്നൊരു വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ കൊള്ളാം എന്ന് തോന്നുന്നു. ക്യാമറമാനോടും പറയാം,
മാം ആ സ്റ്റൗവിൻ്റെ അടുത്ത്, ആ ഗ്യാസ് സ്റ്റൗ ഇരിക്കുന്നിടത്ത് പോയിട്ട് അതേക്കുറിച്ചൊന്ന് ചെറുതായിട്ടൊന്ന് വിവരിച്ചു കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് കൂടുതലായിട്ട് മനസ്സിലാവുകയും ചെയ്യും. അതിൻ്റെ അവസ്ഥ അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഈ അഡ്വർടൈസ്മെൻറ്റ്സിൽ എന്തുമാത്രം അസത്യം ഒളിഞ്ഞിരിക്കുന്നു എന്ന്. അതായത് ഭാര്യയെ സ്നേഹിക്കുന്നവർ എങ്ങനെ ഈ സ്റ്റൗ വാങ്ങാതിരിക്കും എന്ന് പറഞ്ഞ അഡ്വർടൈസ്മെൻറ്റ് കേട്ടാണ് എൻ്റെ വീട്ടിലേക്ക് ഈ സ്റ്റൗ വാങ്ങിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ എനിക്ക് വേറെ 2 സ്റ്റൗ ഉണ്ടായിരുന്നു. സ്റ്റീൽ സ്റ്റൗ, സേലം സ്റ്റീലിൻ്റെ സ്റ്റൗ, അതിപ്പോഴും സുന്ദര കുട്ടപ്പന്മാരായിട്ടിരിക്കുക. പിന്നെ എന്തായാലും ഇത് 3 അടുപ്പുണ്ട്, 3 അടുപ്പുമുണ്ട്. കാണാനും നല്ല പറഞ്ഞതുപോലെ മനോഹരമായിരുന്നു ആ സമയത്ത്. അങ്ങനെ ഞങ്ങളിത് വെച്ച് ഇതിലാണ് പാചകം തുടങ്ങിയത്. അങ്ങനെ പാചകം തുടങ്ങി ഇപ്പോൾ ഓൾമോസ്റ്റ് 2 വർഷമൊക്കെ ആയി കാണും ഈ സ്റ്റൗ മേടിച്ചിട്ട്. അതായത് ഇതിൻ്റെ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ തുടങ്ങിയ കാലത്ത് തന്നെ ഇത് ഞങ്ങൾ വാങ്ങിച്ചു എന്ന് വേണം പറയാം. വാങ്ങിച്ച് അധികം താമസിയാതെ ഞങ്ങൾ വാങ്ങിച്ചിരുന്നു. പക്ഷെ വാങ്ങിച്ച് ഒരു 2 മാസമൊക്കെ കഴിഞ്ഞ് ഒരു ദിവസം ഞാനും എൻ്റെ നീസും കൂടി, എൻ്റെ ഹസ്ബൻഡ് നീസ് പാലാരിവട്ടത്ത് നാഷണൽ എക്സലൻസി ടവറിലാണ് അവർ താമസിക്കുന്നത്. അപ്പോൾ അവരിവിടെ ഗസ്റ്റായിട്ട് വന്നപ്പോൾ ഞങ്ങൾ 2ഉം കൂടെ ഇവിടെ നിന്ന് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയത്. പെട്ടെന്ന് ബോംബ് പൊട്ടുന്ന ശബ്ദത്തിലായിരുന്നു ഒരു പൊട്ടിത്തെറിക്കുന്ന ഒച്ച കേട്ടത്. ഞങ്ങൾ 2 പേരും അമ്പരന്ന് ചുറ്റും നോക്കി, ഒന്നും കാണാനില്ല. പക്ഷെ ഏതാനും നിമിഷം കഴിഞ്ഞപ്പോഴത്തേക്കും മനസ്സിലാകുന്നത് ഈ സ്റ്റൗവിൻ്റെ പ്ലാറ്റ്ഫോം ഗ്ലാസ് പ്ലാറ്റ്ഫോമാണ്. ഇപ്പോഴും അതെ, അന്നും ഗ്ലാസ് പ്ലാറ്റ്ഫോമാണ്. ആ ഗ്ലാസ് പ്ലാറ്റ്ഫോം പൊട്ടിച്ചെതറി, അതായത് എവ്രിവെയർ, ഒരിടത്ത് പോലും ഇല്ലായിരുന്നു പൊട്ടിച്ചെതറാത്തതായിട്ട്. മുഴുവനും പൊട്ടിച്ചെതറിയിരിക്കുകയായിരുന്നു ഇത്. പക്ഷേ ഒരു തരി പോലും പുറത്തേക്ക് വരുന്നില്ലായിരുന്നു അന്നേരം. അതുകൊണ്ട് നമുക്ക് അപകടമൊന്നും പറ്റിയില്ല. അപ്പോൾ ഇക്കാര്യം ഞങ്ങൾ കമ്പനിയെ വിളിച്ചറിയിച്ചപ്പോൾ അവർ എന്നൊക്കെ ആദ്യം പറഞ്ഞു. അതിനുശേഷം ഞങ്ങൾ ഏജൻറ്റിനെ അയക്കാം. അപ്പം ഞാൻ അവരെ പറഞ്ഞു, ഞാൻ വീഡിയോ ചെയ്യും കേട്ടോ നിങ്ങളുടെ ഈ സ്റ്റൗ കാണിച്ചുകൊണ്ട്, അതുകൊണ്ട് വേണ്ടത് ചെയ്തോണം ഉടനെ എന്ന് പറഞ്ഞ് എൻ്റെ ഭീഷണിയായിട്ട് തന്നെ എടുത്തിട്ടായിരിക്കും അവർ ഞങ്ങൾ ഉടനെ ഏജൻറ്റിനെ അയക്കാമെന്ന് പറഞ്ഞ് ഏജൻറ്റിനെ ഇങ്ങോട്ട് അയച്ചു. ഏജൻറ്റ് ഇവിടെ വന്നപ്പോൾ അദ്ദേഹമാണ് പറയുന്നത്, ഈ സ്റ്റൗ മേടിച്ച 10-30 പേരുടെ അടുത്തു നിന്ന് ഇതേ കംപ്ലൈൻറ്റ് ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ ഞാൻ ഇത് പുറത്ത് വിടാതിരിക്കണമെന്നെങ്കിൽ നിങ്ങൾ ഈ സ്റ്റൗ ഈ എല്ലാവർക്കും ഇത് വേണ്ടതുപോലെ ചെയ്ത് ഇനി പൊട്ടിത്തെറിക്കില്ലാത്ത പ്ലാറ്റ്ഫോം ഇതിന് ഉണ്ടാക്കണം. അങ്ങനെ കട്ടിയുള്ള പ്ലാറ്റ്ഫോമാക്കി അവരത് മാറ്റി, കമ്പനിയിൽ തന്നെ മാറ്റിയിട്ടുണ്ടാവും. അപ്പം നമ്മുടെ ഒരു ഇടപെടൽ കൊണ്ടാണ് ഈ മാറ്റം ഈ സ്റ്റൗവിന് ഉണ്ടായത് എന്ന് ഉപഭോക്താക്കൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് നമ്മൾ എവിടെയും ഇടപെടണം എന്ന് പറയുന്നത്. എന്നിട്ടിതാ ഇപ്പം 2 വർഷം ആകാൻ പോവുകയാണ്. ഇതുവരെ പ്ലാറ്റ്ഫോമിന് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല, നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുകയാണ്. അപ്പം ഓർമ്മിക്കുക, പക്ഷേ വളരെ ശ്രദ്ധയോടുകൂടിയാണ് ഞാൻ എൻ്റെ സ്റ്റൗവ് കൈകാര്യം ചെയ്യുന്നത്. എന്നിട്ടും ഇതാണ് ഏറ്റവും വലിയ സ്റ്റൗ, ഇതാണ്. അത് കണ്ടോ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നത്, അതായത് നോൺ സ്റ്റിക്കി ഭാഗമൊക്കെ പൊട്ടിപ്പൊളിഞ്ഞു പോയി. ഇതിപ്പോഴും കത്തും നന്നായിട്ട്, ഈ സ്റ്റൗ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരവസ്ഥ കണ്ടോ എല്ലാം. പിന്നെ അതും ഓർമ്മിക്കണം, ഇത് ഞാൻ തുടയ്ക്കാനോ തൂക്കാനോ കഴുകാനോ ഒന്നിനും കുക്കിങ്ങിനും വീട്ടിൽ സഹായിക്കാൻ വരുന്നവരെ ഏൽപ്പിക്കാറില്ല. എൻ്റെ പാചകം മുഴുവൻ ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ തന്നെ ക്രമീകൃതമായ അത് നമ്മുടെ സ്റ്റൗ കൂടുതൽ ആവശ്യമില്ലാണ്ട് കത്തിച്ച് പിന്നെ ഇന്ധനം ചെലവഴിക്കുന്ന സ്വഭാവം നമുക്ക് സ്ത്രീകൾക്ക് സാധാരണ രീതിയിൽ കാണില്ല, കോമൺ സെൻസ് ഉള്ളവർക്ക്. അപ്പോൾ ഞാൻ വളരെ ശ്രദ്ധയോടുകൂടിയാണ് അതൊക്കെ കൈകാര്യം ചെയ്യുന്നത്. എന്നിട്ടുമാണ് ഈ സ്റ്റൗവ് ഇങ്ങനെ അതിൻ്റെ നോൺ സ്റ്റിക്കി പോയിരിക്കുന്നു. അങ്ങനെ ഇരിക്കുകയാണ്. ഇത് ഏറ്റവും ചെറുത്, അതിൻ്റെ നോൺ സ്റ്റിക്കി പോയിരിക്കുന്നു. ഇത് ഇടയ്ക്ക് ഞാൻ ഈ സാധനം എടുത്ത് സോപ്പ് വെള്ളത്തിലിട്ട് തിളപ്പിക്കാറുണ്ട്. ഇതിനകത്ത് എന്തെങ്കിലും അഴുക്ക് കയറിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പോയി നല്ല വൃത്തിയാകാൻ. അങ്ങനെ ചെയ്യുമ്പോൾ നല്ലോണം കത്തും. അതായത് ആ രീതിയിൽ ഇത് ക്ലിയർ ചെയ്യുക. അങ്ങനെയാണ് നമ്മുടെ സ്റ്റൗ നമ്മൾ ക്ലിയർ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം ഭാര്യയെ സ്നേഹിക്കുന്നവൻ എങ്ങനെ ഈ സ്റ്റൗ വാങ്ങാതിരിക്കുമെന്നുള്ള അഡ്വർടൈസ്മെൻറ്റ് ശരിയാണോ തെറ്റാണോ. ഓക്കെ, എന്തായാലും പലർക്കും ഇതുപോലെ ഓണവിപണിയിൽ നിന്ന് വിലക്കുറവിൽ സാധനങ്ങൾ വാങ്ങിയിട്ട് ഇങ്ങനെ തട്ടിപ്പൊക്കെ സംഭവിച്ചിട്ടുണ്ടാകും. ചിലപ്പോൾ അത് കുറച്ചു പേർക്ക് മാത്രമായിരിക്കാം. എങ്കിൽ കൂടി ഓണക്കാലത്ത് ഓഫർ പെരുമഴയാണ്. ഒരുപാട് സമ്മാന പെരുമഴകൾ പ്രഖ്യാപിക്കുമ്പോൾ നമ്മുടെ കണ്ണും മഞ്ഞളിച്ചു പോകും. വിലക്കുറവിൽ സാധനം കിട്ടുകയാണല്ലോ എന്ന് കരുതി കടം വാങ്ങിയാണെങ്കിൽ കൂടി നമ്മൾ ആ സാധനം പോയി വാങ്ങും.
അപ്പോൾ എന്തായാലും പരസ്യ തട്ടിപ്പിൽ വീഴാതെ സാധനങ്ങൾ സൂക്ഷിച്ചു മാത്രം വാങ്ങുക. അതിനുള്ള ഒരു മുന്നറിയിപ്പായിരുന്നു ഈ വീഡിയോ.